നാലുകെട്ട് MT വാസുദേവൻ നായർ ഭാഗം 17. അപ്രതീക്ഷിതമായി രാമകൃഷ്ണൻ മാസ്റ്ററെ പടിക്കൽ വെച്ച് കണ്ടു. വെറുതെ പടിക്കൽ വരമ്പത്ത് നിൽക്കുമ്പോഴുണ്ട് മാസ്റ്റർ ആ വഴി വരുന്നു. അപ്പുണ്ണി അടുത്തേക്ക് ചെന്നു. എന്താ അപ്പുണ്ണി? ഒന്നുമില്ല സാർ. ഇവിടെ അടുത്താണോ വീട്? അതെ, ഇത് തന്നെയാണ് സാർ. അവൻ വടക്കേപ്പാട്ടെ വീട് ചൂണ്ടിക്കാണിച്ചു. റിസൾട്ട് വരാൻ ഇനിയും കഴിയണല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യണു? ഒന്നും ചെയ്യാനില്ല സാർ. വല്ലതും വായിക്കാൻ ഇവിടങ്ങളിൽ ഒന്നും കിട്ടില്ല. എൻ്റെ വീട്ടിൽ വന്നോളൂ. പുസ്തകം കിട്ടാൻ വായിക്കാതിരിക്കണ്ട. അപ്പുണ്ണിക്കത് സന്തോഷമായി. സ്കൂളിൻ്റെ കുറച്ചപ്പുറമാണ് രാമകൃഷ്ണൻ മാസ്റ്ററുടെ വീട്. മാസ്റ്റർ ധാരാളം പുസ്തകങ്ങൾ വായിക്കും, കവിത എഴുതാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വൈകുന്നേരം അതൊരു പതിവാക്കി. മാസ്റ്ററുടെ വീട് വരെ ഒന്ന് നടക്കും. 3 നാഴികയുണ്ട് അവിടേക്ക്. തപാൽ ആപ്പീസിൻ്റെ അടുത്താണ് മാസ്റ്ററുടെ വീട്. പത്രമൊന്ന് മറിച്ചു നോക്കും. മാസ്റ്റർ എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തു കൊടുക്കും. മാസ്റ്റർ ധാരാളം സംസാരിക്കുന്ന പ്രകൃതമാണ്. മാസ്റ്റർ പറയുന്നത് കേട്ടിരിക്കാനും അപ്പുണ്ണിക്ക് ഇഷ്ടമാണ്. ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൽ വലിയമ്മാമയുടെ 2ാമത്തെ മകൻ ഗോപിയുണ്ട്. ഗോപി എന്നല്ല അപ്പുണ്ണി പറയേണ്ടത്, ഗോപിയേട്ടൻ എന്നാണ്. അയാളെ മുമ്പ് കണ്ടിട്ടില്ല. അമ്മമ്മയും വലിയമ്മയുമായി സംസാരിക്കുന്നു. തൻ്റെ ബാധ്യത തീർക്കാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ കടന്നുപോയി. നന്നായി, ഓൾക്ക് നല്ലൊരു കഞ്ഞിയാവട്ടെ. പെൺകുട്ടികൾക്ക് വീട്ടിൽ എന്ത് കനകണ്ടായാലും മറ്റേലെന്തേലും വരുമോ? അമ്മമ്മ പറയുന്നു. വലിയമ്മ ചോദിക്കുന്നു, മാധവൻ നായർ ഇനി കൊളംബിലേക്ക് പോണില്ലേ? പോണില്ല എന്നാ പറയണ. സമ്പാദ്യം എന്തുണ്ടത്രേ കയ്യിൽ? അതെനിക്കറിയില്ല. 10-20 കൊല്ലം അന്യനാട്ടിൽ കിടന്നതല്ലേ? ഉണ്ടാവും, അമ്മമ്മ പറഞ്ഞു. ഒന്നും കാണാണ്ടൊന്നും എൻ്റെ അച്ഛൻ ഇതിനിറങ്ങിയില്ല. എനിക്ക് പോകണം. അപ്പോൾ എല്ലാവരും നേരത്തെ വരിക. എന്നാലും നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് എന്തെങ്കിലും പറയണ്ടേ? ഒക്കെ ഓൻ്റെ ഇഷ്ടം. എനിക്ക് എൻ്റെ കുട്ടികളെ നിങ്ങളൊക്കെ നന്നാവണേൽ സന്തോഷമേ ഉള്ളൂ. എന്താണ് നന്നായത്? ഗോപിയേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അപ്പുണ്ണി അങ്ങോട്ട് ചെന്നു. അമ്മമ്മ ചോദിച്ചു. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പുണ്ണി പോണോ? എവിടേക്ക്? പൂന്തോട്ടത്തിലേക്ക്. 21-ാം തീയതി ഓടി മാറിയ കല്യാണമല്ലേ? ആരുടെ? അമ്മിണിയുടെ. തുടർന്നൊന്നും ചോദിച്ചില്ല. എങ്കിലും അമ്മമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. വരൻ തെക്കൻകണ്ടത്തെ മാധവൻ നായരാണ്. പഴയ തറവാട്ടുകാരാണ് തെക്കൻ കണ്ടത്തുകാർ. മാധവൻ നായർ കുറേ കൊല്ലം മുമ്പ് ചാടിപ്പോയതാണ്. സിലോണിലായിരുന്നു. ഈയിടെ നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ. കയ്യിൽ നല്ല വക കാണും. ഓൾക്ക് നന്നായി. നന്നാവട്ടെ, അപ്പുണ്ണി മനസ്സിൽ പറഞ്ഞു. അമ്മിണിയെടുത്തി സുഖമായിരിക്കട്ടെ. എന്നാലും അവ്യക്തമായൊരു വേദന തോന്നി. അമ്മിണിയെടുത്തിയെ ഇനി വല്ലപ്പോഴും കാണേണ്ടി വന്നാൽ മാധവൻ നായരുടെ ഭാര്യയായിട്ടായിരിക്കും. കാണില്ല. കണ്ടാൽ തന്നെയും. കോണിമുറിയിലെ തണുത്തിരുണ്ട ചില രാത്രികൾ ഓർമ്മയിൽ വന്നു. താൻ പിറന്നത് വൈകിട്ടായിരുന്നു. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ ആളായിരിക്കും. എന്നാൽ മനസ്സ് അസ്വസ്ഥമായി. നാട്ടിലെവിടെയെങ്കിലും ഒരു കല്യാണമുണ്ടെന്ന് കേട്ടാൽ അമ്മമ്മയ്ക്ക് പിന്നെ അത് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഓരോ ദിവസവും പുലർന്നാലും അമ്മമ്മ വിരലിൽ കണക്ക് കൂട്ടി പറയും. ഇന്നേക്ക് 15 ഇന്നേക്ക് 10 പന്തലൊക്കെ ഇടേണ്ട ദിവസമായി. തങ്കേടത്തിയെ കാണുമ്പോൾ അമ്മമ്മ പറയും, ഇനി എൻ്റെ തങ്കക്കുട്ടിക്ക് ഒരാളുണ്ടാവണതും കൂടി അമ്മമ്മയ്ക്ക് കാണണം. അതിന് യോഗം ഉണ്ടാവോ ആവോ. തങ്കയെടുത്തി തല താഴ്ത്തി അല്പം നാണം അഭിനയിച്ച് നിൽക്കും. വലിയമ്മ പറഞ്ഞു, അമ്മ ഇനി ഇരിക്കും 10 കൊല്ലം. ആ പേടിയൊന്നും വേണ്ട. തങ്കയെടുത്തിക്ക് അപ്പുണ്ണിയേക്കാൾ 1 വയസ്സ് മൂപ്പുണ്ട്. അപ്പോൾ 19 വലിയമ്മ അറ ഒരുക്കി വെച്ചിട്ട് വർഷങ്ങളായി. 21-ാം തീയതി ഉണർന്നപ്പോൾ ആദ്യം ഓർത്തത് അതാണ്. ഇന്നാണ് അമ്മിണിയെടുത്തിയുടെ കല്യാണം. വലിയമ്മയും മക്കളും തലേ ദിവസം തന്നെ പോയിരിക്കുന്നു. മാളവും അവരുടെ കൂടെ പോയിട്ടുണ്ട്. മീനാക്ഷി അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മമ്മ പറഞ്ഞു, എല്ലാവരും പോയാൽ പിന്നെ ഞാനിവിടെ വായുഭക്ഷണമായിട്ടിരിക്കുകയെ. എനിക്കെന്നും ഈ അടുക്കളയിൽ കഴിയാനാ വിധി എന്ന് പിറുവിറുത്ത് മീനാക്ഷി എടുത്തി പോകുന്നില്ലെന്ന് നിശ്ചയിച്ചു. അപ്പുണ്ണി മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഒരു പുസ്തകവുമായി കയ്യാലയുടെ തെക്കുപുറത്തുള്ള തറയിൽ ചെന്നിരുന്നു. പുസ്തകത്തിലെ കഥയിൽ ഒരു രസവും തോന്നിയില്ല. അകത്തിരുന്നാൽ അമ്മമ്മയുടെ ദ്രോഹമാണ്. ഓരോ മിനിറ്റിലും കല്യാണ വീട്ടിൽ എന്ത് നടക്കുകയാവും എന്നാണ് അമ്മമ്മയുടെ ചിന്ത. രാത്രിയിൽ ഉണ്ണാനിരിക്കുമ്പോൾ അമ്മമ്മ വാതുക്കൽ വന്നിരുന്നു. നേരെ 8 അപ്പുണ്ണി? 8-9 കൂട്ടരുടെ സദ്യയ്ക്ക് ഇലട്ടിട്ടുണ്ടാവും. പിന്നെ അവനോടൊരു ഉപദേശവും. പോവായിരുന്നില്ലടാ, പൊടി പാറിയ ഒരു സദ്യ കിട്ടിയിരുന്നില്ലേ? ഒന്നും മറുപടി പറയാതെ അവൻ ചോറ് വാരി തിന്നു.
ഒന്നും മറുപടി പറയാതെ അവൻ ചോറ് വാരി തിന്നു. ചിരങ്ങ കൊണ്ട് മുളകും പുളിയും ഒന്നും ഇടാത്ത ഒരു കൂട്ടാനാണുള്ളത്. രണ്ടാമതൊന്നുമില്ല. ഒരു രുചിയും തോന്നിയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും അമ്മമ്മ പറയുന്നത് കേട്ടു. കൂട്ടരുടെ സദ്യ കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മമ്മയുടെ മനസ്സ് മുഴുവൻ കല്യാണ വീട്ടിലാണ്. എങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? മിനിറ്റിന് അവിടെ എന്തു നടക്കുന്നു എന്ന് ഊഹിച്ചു പറയാൻ നിൽക്കാതെ. കോണിച്ചുവട്ടിൽ കിടന്നപ്പോൾ പതുക്കെ പതുക്കെ അവൻ്റെ മനസ്സും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വീട്ടിലേക്ക് കടന്നുപോയി. പന്തലിൽ നിറച്ചും ആളുകൾ ഉണ്ടായിരിക്കും. നിറയെ സ്ത്രീകളും കുട്ടികളും ഉണ്ടാവും. തിരക്കും ബഹളവുമായിരിക്കും. ഇപ്പോൾ ആളുകൾ കിടക്കാൻ തുടങ്ങിയിരിക്കും. അമ്മിണിയിടത്തിയും കിടന്നു കാണും. തനിച്ചല്ല, കൂടെ ആ മനുഷ്യനുണ്ടാവും. 20 കൊല്ലം സിലോണിൽ കഴിഞ്ഞ ആ മനുഷ്യൻ. 20 കൊല്ലത്തിന് ശേഷം അയാൾ എന്തിനു നാട്ടിൽ വന്നു? കുറ്റിച്ചൂല് പോലെ തുറച്ചു നിൽക്കുന്ന മീശയും പച്ചകുത്തിയ കൈകളും എല്ലുന്തിയ മുഖവുമൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ കറുത്ത ചിത്രം അവൻ മനസ്സിൽ വരച്ചു നോക്കി. ആരാണ് അയാൾ? ആരായാലും അപ്പുണ്ണി ആ മനുഷ്യനെ വെറുക്കുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും വെറുപ്പോടെയില്ലാതെ ആ ചിത്രം സങ്കല്പിക്കുക വയ്യ. പതുപതുപ്പുള്ള ആ കിടക്കയിൽ ആ കറുത്ത മനുഷ്യൻ്റെ കൂടെ അമ്മിണിയെടുത്തി കിടക്കുകയാണ്. വെളുത്ത് ചുരുൾ നിവരുന്ന വാഴക്കൂമ്പ് പോലെ സുന്ദരിയായ അമ്മിണിയെടുത്തി. എന്തിനിതൊക്കെ ആലോചിക്കുന്നു? അപ്പുണ്ണി എഴുന്നേറ്റ് ജനൽ മുഴുക്കെ തുറന്നു. പുറത്ത് നിലാവുണ്ട്. എങ്കിലും വല്ലാത്ത ഉഷ്ണം. തൊഴുത്തിന് പിന്നിൽ വാഴക്കൂട്ടങ്ങളിൽ നിലാവ് വീഴുന്നു. വല്ലാത്ത വെളിച്ചമുണ്ട് നിലാവിന്. ഉണങ്ങിയ അയനി മരത്തിൻ്റെ നിഴൽ 5 തലയുള്ള ഏതോ പിശാചിനെ പോലെ അനങ്ങാതെ നിൽക്കുന്നു. വെണ്മയും നിഴലും കെട്ടുപിണയുന്ന പുറത്തെ പ്രകൃതിക്ക് പേടിപ്പെടുത്തുന്ന ഒരു സൗന്ദര്യമാണുള്ളത്. നിലാവ് വിളറുന്നതുവരെ അങ്ങനെ കണ്ണു തുറന്നു കിടന്നു. പ്രഭാതത്തിൻ്റെ കുളിർമ ജനൽ പഴുതുകളിലൂടെ കടന്നു വന്നപ്പോഴാണ് ഉറക്കം കൺപോളകളെ മുത്താൻ തുടങ്ങിയത്. റിസൾട്ട് വന്നു. അപ്പുണ്ണി പാസ്സായിരിക്കുന്നു. ജൂണിലേ വരുള്ളൂ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കാതെയാണ് അറിഞ്ഞത്. ഒരു ദിവസം മാസ്റ്ററുടെ വീട്ടിൽ ചെന്നപ്പോൾ പത്രം മുമ്പിലേക്കിട്ട് മാസ്റ്റർ പറഞ്ഞു, ചായ വരട്ടെ അപ്പുണ്ണി? എന്താ സാർ? അപ്പുണ്ണി പാസ്സായി. നമ്പറുണ്ട് ഇതിൽ. നമ്പറുകളുടെ ഒരു സമുദ്രമാണ്. അതിൽ നിന്ന് തൻ്റെ വിജയം കുറിക്കുന്ന നമ്പർ തിരഞ്ഞുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. മാസ്റ്റർ അടയാളം വരച്ചിരുന്നു. നോക്കിയിട്ടും മതി വന്നില്ല. ആദ്യത്തെ ആവേശം ഒന്നടങ്ങിയപ്പോൾ മുഹമ്മദിൻ്റെ നമ്പർ നോക്കി. ഇല്ല, മുഹമ്മദ് പാസ്സായിട്ടില്ല. മറ്റാരുടെയും നമ്പർ അവൻ അറിഞ്ഞുകൂടാ. തിരിച്ച് ഇരുവശത്തും കുന്തമുനകൾ പിടിച്ചു നിൽക്കുന്ന കാവൽക്കാരെ പോലെ കൈതക്കൂട്ടങ്ങൾ വളരുന്ന ചെമ്മണ്ണുപാതയിലൂടെ നടക്കുമ്പോൾ ലോകത്തോട് മുഴുവൻ പറയാൻ തോന്നി, അപ്പുണ്ണി പാസ്സായിരിക്കുന്നു. ശിരസുയർത്തിപ്പിടിച്ചാണ് നടന്നത്. വീട്ടിലെത്തിയ ഉടനെ കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിലും അവിടെയുള്ളവരോടെല്ലാം ഒന്ന് പറയണമെന്ന് ഉറപ്പിച്ചാണ് പടിപ്പുര കടന്നത്. ഒതുക്കു കയറുമ്പോൾ തന്നെ വലിയ മാമയുടെ ശബ്ദം കേട്ടു. വളരെ ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ആവേശമെല്ലാം തണുത്തുപോയി. ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ അകത്തേക്ക് കയറിപ്പോയി. ഷർട്ട് അഴിച്ചിട്ട് തിരുമ്മി കറുത്ത നിറമായ തോർത്തെടുത്ത് ചുമലിലിട്ട് പുറത്തിറങ്ങി. ഒന്ന് കുളിക്കാം. കുറേ നേരം ഈ ബഹളത്തിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്നു. അതിലും വലിയ ആവശ്യം. തല ചകിരി പോലെ വരണ്ടിരിക്കുന്നു. എണ്ണ തേച്ചിട്ട് മാസങ്ങളായി. പുഴയിൽ പാലത്തിൻ്റെ ചുവട്ടിൽ ചെന്നാൽ ധാരാളം വെള്ളമുണ്ട്. സുഖമാണ്. കുരുതിപ്പറമ്പിൽ നിന്ന് പുഴക്കിലേക്ക് ഇറങ്ങി. പുഴ വരണ്ട് കിടക്കുകയാണ്. നോക്കെത്താതെ കിടക്കുന്ന മണൽപ്പരപ്പിൻ്റെ ഒരരികിലൂടെ ശോഷിച്ച് ഒരു നീർച്ചാലായി പുഴ ഒഴുകുന്നു. മുമ്പ് നാട് മുഴുവൻ വെള്ളത്തിൽ ആഴ്ത്തിയത് ഇതാണെന്ന് ആലോചിച്ചപ്പോൾ രസം തോന്നി. അവിടെ ഇവിടെ കുഴികൾ ഉണ്ടാക്കിയാണ് ആളുകൾ കുളിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രങ്ങളും കറുത്ത ശരീരവുമുള്ള ആളുകൾ. അല്പം അകലെ വർണ്ണങ്ങളും വെളുപ്പും കാണാം. അത് അധികാരിയുടെ വീട്ടിലെ പെൺകിടാങ്ങളാണ്. നെറിവെച്ച വെള്ള ഉടുപ്പിട്ട ഒരു കൊച്ചു പെൺകുട്ടി ദേവദൂതന്മാരുടെ ചിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മണലിൽ ഓടിക്കളിക്കുന്നു. മണൽ തട്ടിലൂടെ അവൻ നടന്നു. പാലത്തിൻ്റെ ചുവട്ടിലേക്ക് 4-5 ഫർലോങ് നടക്കണം. പാലത്തിൻ്റെ അല്പം മേൽപ്പുറത്ത് വെച്ചാണ് ഭാരതപ്പുഴയ്ക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടുന്നത്. അതുകൊണ്ട് പാലത്തിൻ്റെ ചുവട്ടിൽ വേനൽക്കാലത്തും നല്ല വെള്ളം കാണും. മുകളിൽ വലിയ തീവണ്ടിപ്പാലം. കുറേ താഴത്ത് 2 കുമ്പാരത്തികൾ കുളിക്കുന്നുണ്ട്. കരയ്ക്ക് ചെറിയ പാറക്കെട്ടുകളുണ്ട്. വെള്ളത്തിലിറങ്ങാതെ കുറേ സമയം ഒരു പാറമേലിരുന്നു. തലയ്ക്ക് മുകളിലൂടെ ഒരു പാസഞ്ചർ വണ്ടി ഇരമ്പിക്കൊണ്ട് കടന്നുപോയി. പാലവും ഭൂമിയും കിടുകിടെ വിറയ്ക്കുന്നത് പോലെ. വാതിൽക്കലും ജനാലയിലും നിറയെ ആളുകളെ കാണാം. അറിയാത്ത ആളുകൾ. പലതരക്കാരുണ്ടാവും. എവിടേക്കോ നിന്ന് വരുന്നു, എങ്ങോട്ടോ പോകുന്നു. ഈ വണ്ടി മദിരാശിക്കായിരിക്കും, അല്ലെങ്കിൽ കോയമ്പത്തൂർക്ക്, അപ്പുണ്ണി വിചാരിച്ചു.
തീവണ്ടിയിൽ കയറിയിട്ടില്ല. ഗ്രാമത്തിൻ്റെ ചുറ്റുപാടും ഹൈസ്കൂളും ഒഴികെ മറ്റൊന്നും അവൻ കണ്ടിട്ടില്ല. വലിയ നഗരങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കാൻ വയ്യ. കറുത്ത ഇരുമ്പുപാലത്തിൻ്റെ കൂറ്റൻ കാലുകളൊന്നിൽ അവൻ ഒരു കല്ലെറിഞ്ഞു കൊള്ളിച്ചു. ലോഹത്തിൻ്റെ മുഴങ്ങുന്ന ശബ്ദം. ആ ഇരുമ്പുകാലുകൾ കണ്ടാൽ ഭയം തോന്നും. ഏതോ ഒരു കാലിനകത്ത് ഒരു മനുഷ്യൻ മരിച്ചു കിടപ്പുണ്ട്. നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന കഥയാണത്. പാലം കെട്ടിയ കാലത്ത് കാലുകൾ ഉറയ്ക്കുന്നില്ല. വെള്ളക്കാരനായ എഞ്ചിനീയർ എല്ലാ സൂത്രവും നോക്കി, പറ്റിയില്ല. അവസാനം കാലുകൾ ഉറയ്ക്കാൻ ആളെ കുരുതി കൊടുക്കണമെന്ന് കോൺട്രാക്ടർ പ്രശ്നം വെപ്പിച്ചറിഞ്ഞു അത്രേ. മണൽ നിറച്ച കൊട്ട ചുമന്നിറങ്ങിയ ഒരു കൂലിക്കാരൻ്റെ മേൽ കരിങ്കൽ കഷ്ണങ്ങൾ ചൊരിഞ്ഞു. അവൻ പുറത്തു വന്നില്ല. പാലം ഉറച്ചു. ആ കഥ സത്യമാണെങ്കിൽ അയാൾ വീർപ്പുമുട്ടി മരിച്ചു കാണും. ആ ലോഹത്തൂണിനകത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവ് തടവിൽ കിടക്കുന്നു. മുകളിൽ ഇളം നീല നിറത്തിൽ തെളിഞ്ഞ ആകാശം. പടിഞ്ഞാറ് ചുവപ്പും കറുപ്പും കലർന്ന കുറേ മേഘമാലകൾ പാറി നിൽപ്പുണ്ട്. നേർത്ത് ചുവന്ന രശ്മികൾ വെള്ളത്തിൽ നിന്ന് ഇനിയും കയറിപ്പോയിട്ടില്ല. അവൻ കുളിക്കാനിറങ്ങി. നല്ലപോലെ ഇരുട്ട് കഴിഞ്ഞിട്ടേ വെള്ളത്തിൽ നിന്ന് കയറിയുള്ളൂ. ഇരുമ്പുപാലം നിരനിരയായി കാലുകളുള്ള ഒരു ഭയങ്കര ജന്തുവെ പോലെ നിൽക്കുന്നു. ഇരുമ്പുകാലുകൾക്ക് ചുറ്റും വെള്ളം ചൊഴിയുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അകലെ റെയിൽവേ സിഗ്നലിൻ്റെ വെളിച്ചം ഇരുട്ടിൻ്റെ ചാരക്കണ്ണുപോലെ കാണാം. ഏകാന്തമായ ആ പരിസരം വിട്ടുപോരാൻ അപ്പുണ്ണിക്ക് മടി തോന്നി. ഇരുട്ടു പിളർന്നുകൊണ്ട് അപ്പുണ്ണി നടന്നു. അടുത്ത ദിവസം നേരത്തെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിലെത്തി. മാസ്റ്റർ ഉമ്മറത്ത് കടലാസിൽ എന്തോ കുറിച്ചുകൊണ്ട് മൂളിപ്പാട്ടുമായി ഇരിക്കുകയാണ്. അപ്പുണ്ണി വന്നു കയറിയപ്പോൾ മാസ്റ്റർ കടലാസും പേനയും മാറ്റിവെച്ചു. എന്താ അപ്പുണ്ണി? മാസ്റ്റർ പതിവ് പോലെ ചോദിച്ചു. അവൻ പതിവ് പോലെ ഉത്തരവും പറഞ്ഞു. ഒന്നുമില്ല സാർ. എന്തൊക്കെയാണ് പ്ലാൻ? ഹയർ സ്റ്റഡീസിന് പോണില്ലേ? ഇല്ല. അപ്പുണ്ണിയുടെ നില മാസ്റ്റർക്ക് ഏറെക്കുറെ അറിയാം. എങ്കിലും ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എന്താ ഭാവം? എനിക്കൊരു ജോലി കിട്ടണം സാർ. ശ്രമിക്കാം. പെട്ടെന്നായിന്ന് വരില്ല. ജോലി കിട്ടിയില്ലെങ്കിൽ? അപ്പുണ്ണി എന്തോ ആലോചിച്ചു നിർത്തി. എന്താ? മരിക്കുകയാണ് സാർ ഭേദം ഇങ്ങനെ കഴിയുന്നതിലും. അവന് തുടരാൻ കഴിഞ്ഞില്ല. തൂണിൻ്റെ മറുപുറത്തേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഇംഗ്ലീഷ് പേപ്പർ ഇവിടെ വരുന്നുണ്ട്. കാണണ പരസ്യത്തിനൊക്കെ അപ്ലൈ ചെയ്യൂ. അയക്ക്. പുറത്ത് എവിടെയെങ്കിലും വല്ലവരുണ്ടോ? ആരുമില്ല സാർ. അത് മതിയായില്ലെന്ന മട്ടിൽ അപ്പുണ്ണി ആവർത്തിച്ചു. എനിക്ക് ആരുമില്ല സാർ. സർട്ടിഫിക്കറ്റ് വരട്ടെ, എന്നിട്ട് നോക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് വന്നു. നീല ചട്ടയുള്ള ഒരു പുസ്തകം. ഗവൺമെൻറ് പരീക്ഷയുടെ മാർക്കുകൾ ചുവന്ന മഷി കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു. 6 വിഷയത്തിലും കൂടി 420 മാർക്ക്. അത് കണ്ടപ്പോൾ രാമകൃഷ്ണൻ മാസ്റ്ററും അത്ഭുതപ്പെട്ടു. ഇംഗ്ലീഷിൽ 71, മാത്സിൽ 97. അപ്പുണ്ണി ഇനിയും പഠിക്കേണ്ടതായിരുന്നു. അപ്പുണ്ണി വേദനയോടെ ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. ഇംഗ്ലീഷ് പത്രത്തിലെ പരസ്യങ്ങൾ നോക്കാൻ നിത്യവും മാസ്റ്ററുടെ വീട്ടിലേക്ക് നടന്നു. ഹർജി അയക്കാൻ പറ്റിയ ഒരു പരസ്യം കണ്ടത് ഒരു മാസത്തിനു ശേഷമാണ്. റെയിൽവേക്കുള്ള ക്ലർക്കുമാരെ എടുക്കുന്നു, മാസ്റ്റർ നിർദ്ദേശിച്ചു. അപ്പുണ്ണി അപ്ലൈ ചെയ്തോളൂ. നല്ല മാർക്കുള്ളതല്ലേ, കിട്ടും. 1 ഉറുപ്പിക വേണം ഫോറം വാങ്ങാൻ. രജിസ്റ്റർ ചെയ്തയക്കാൻ 8 അണ വേറെയും. 1.5 ഉറുപ്പിക എവിടെ നിന്നുണ്ടാവും? 15-ാം തീയതി വരെ സമയമുണ്ട്. 20 ദിവസം. പക്ഷേ ദിവസമുണ്ടെന്നത് ഒരു സമാധാനമായി അപ്പുണ്ണിക്ക് തോന്നിയില്ല. 2-3 ദിവസമായി 1.5 ഉറുപ്പികയെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയിട്ട്. ഈശ്വര, 1.5 ഉറുപ്പിക എത്ര വലിയ സംഖ്യയാണ്. പാലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുളി കഴിഞ്ഞ് വെൺമണലിൽ കണ്ണുകൾ നട്ടു നടന്നു വന്ന് റോഡിൽ കയറിയപ്പോൾ ഒരു ചെക്കൻ പിന്നാലെ ഓടിവന്ന് പറഞ്ഞു, നിങ്ങളെ വിളിക്കണോ? ആര്? സെയ്താലിക്കുട്ടിക്ക. ആ കുതിരപ്പറമ്പിലെ അത്താണീൻ്റെ അടുത്ത് നിൽക്കണുണ്ട്. സെയ്താലിക്കുട്ടി ബീഡി വലിച്ചുകൊണ്ട് ചോരച്ച കണ്ണുകളിൽ ഒരു ചിരിയുമായി നിൽക്കുന്നു. അടുത്തെത്തിയപ്പോൾ സെയ്താലിക്കുട്ടി പറഞ്ഞു, നായരൂട്ടി എടുത്തു വെച്ചെന്തി വെളുത്തല്ലോ. തറവാട്ടിലെ ചോറിന് നല്ല 100 ഉണ്ടെന്നാ തോന്നണ. അത് ശ്രദ്ധിക്കാതെ അപ്പുണ്ണി ചോദിച്ചു, സെയ്താലിക്കുട്ടി എന്നേ വന്നു? ഇന്നലെ മോന്തിക്ക്. ഇപ്പോൾ ഏത് രാജ്യത്താ? വയനാട്ടിൽ എന്നെ, അല്ലാണ്ട് എവിടെ പോവാനാ? എന്തൊക്കെയാ നായരൂട്ടിയുടെ വർത്താനം? ഇങ്ങനെ കഴിയണു. ഇപ്പം ഏത് ക്ലാസ്സിലാ? പഠിപ്പ് കഴിഞ്ഞു, പാസ്സായി. 10 പാസ്സായിയോ? പാസ്സായി. ഇനിയോ? ഇനി ഒരു ജോലി കിട്ടണം. ഇനി ഇവിടെ കിടന്ന് പറക്കണതിലും ഭേദം. വല്ലതും നോക്കണുണ്ടോ? നോക്കണം. അതിന് 1.5 ഉറുപ്പികയുടെ പ്രശ്നം പൊങ്ങി വന്നു. പറഞ്ഞാലോ? അഭിമാനം സമ്മതിച്ചില്ല. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ, ഉദ്യോഗമൊക്കെ കിട്ടുന്നേ. ഉദ്യോഗം കിട്ടണമെങ്കിൽ ശ്രമിക്കാൻ ആൾ വേണം, പണം ചെലവാക്കാനും വേണം. എനിക്കിത് രണ്ടും ഇല്ല. ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്.
സെയ്താലിക്കുട്ടി ബീഡി ശക്തിയിൽ മുത്തിക്കൊണ്ട് നിശബ്ദം കേട്ടു. അയാൾ എന്തോ ആലോചിക്കുകയായിരുന്നു. വിഷയം മാറ്റാൻ അയാൾ ചോദിച്ചു, തറവാട്ടിൽ കേസും കൂട്ടൊക്കെ എവിടെത്തി? അപ്പുണ്ണി അസുഖത്തോടെ പറഞ്ഞു, അതൊന്നും പറയാൻ കൊള്ളില്ല. വേറെ എവിടെയും പോവാനില്ലാത്തതുകൊണ്ട് അവിടെ താമസിക്കുന്നു മാത്രം. പടച്ചോന് പൊറുക്കാത്തത് പറയരുത് കുട്ടിയെ. നിങ്ങളും പോയത്തം വിചാരിക്കാണ്ടിരിക്കേ. ഒക്കേറ്റിനും പടച്ചാൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അപ്പുണ്ണി അർത്ഥമില്ലാതെ ഒന്ന് മൂളി. നിങ്ങൾ നടക്കി, 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോവും. തരണ്ടെങ്കിൽ കാണുന്നുണ്ട്. അപ്പുണ്ണി നനഞ്ഞ തോർത്തുകൊണ്ട് കഴുത്തും മുഖവും തുടച്ച് പോകാൻ ഭാവിച്ചു. 2 അടി നടന്നപ്പോൾ സെയ്താലിക്കുട്ടി വീണ്ടും പറഞ്ഞു, നോക്കി, വേവോളം നിന്നാൽ 6ഓളം നിൽക്കണം. ഒക്കേറ്റിനും പടച്ചാൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. റോഡിൽ നിന്ന് വരമ്പത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പുണ്ണി പരിഹാസത്തോടെ ചിന്തിച്ചു, പടച്ചോൻ വഴി കണ്ടുവച്ചിരിക്കുന്നു. എങ്കിൽ 1.5 ഉറുപ്പിക്ക് വേണ്ടി മനസ്സ് പുണ്ണാക്കേണ്ടി വരുമായിരുന്നില്ല. പടച്ചോൻ്റെ വഴികൾ വിചിത്രങ്ങളാണെന്ന് അപ്പുണ്ണിക്ക് തോന്നി. ആരും അവനൊരു കത്തെഴുതാനില്ല. പെൻസിൽ കൊണ്ട് മലയാളത്തിൽ വിലാസം എഴുതിയ ആ കത്ത് സംശയത്തോടെയാണ് തുറന്നത്. മുകളിൽ വടിവില്ലാത്ത അക്ഷരത്തിൽ ബി എന്ന് എഴുതി വച്ചിരിക്കുന്നു. എത്രയും വേണ്ടപ്പെട്ട അപ്പുണ്ണി നായർ വായിച്ചറിയാൻ. അപ്പുണ്ണി നായരായിരിക്കുന്നു. എത്രയും വേണ്ടപ്പെട്ട അപ്പുണ്ണി നായർ വായിച്ചറിയാൻ സ്വന്തം സെയ്താലിക്കുട്ടി എഴുത്ത്. എന്തെന്നാൽ നിങ്ങളുടെ കാര്യം എസ്റ്റേറ്റിലെ മേനോനോട് പറഞ്ഞിട്ടുണ്ട്. നിവൃത്തി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടും താമസിയാതെ നിങ്ങൾ ഇവിടെ വരേണ്ടത് ആവശ്യമാണ്. സർട്ടിഫിക്കറ്റും ഒക്കെയും തയ്യാർ ചെയ്തു വേണം വരാൻ. കോഴിക്കോട്ട് നിന്ന് മാനന്തവാടി ബസ്സിന് വന്ന് ഇവിടെ ഇറങ്ങണം. അങ്ങാടിയിൽ അന്വേഷിച്ചാൽ എൻ്റെ പീടിക കാണിച്ചു തരുന്നതാണ്. വരണ ദിവസം കാണിച്ച് ഒരു കാർഡ് എഴുതിയിട്ടാൽ ബസ്സിൻ്റെ അടുത്ത് ഞാനോ ചെക്കനോ കാത്തു നിൽക്കാം. പടച്ചോൻ സഹായം എന്ന് സ്വന്തം സെയ്താലിക്കുട്ടി. പടച്ചോൻ സെയ്താലിക്കുട്ടിയാണെന്നാണ് ആദ്യം തോന്നിയത്. ഇരുട്ടു നിറഞ്ഞ ആ കോണിമുറിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സന്തോഷമാണ് ആദ്യം തോന്നിയത്. സെയ്താലിക്കുട്ടി എഴുതിയത് ശരിയാവുമോ? ആരും സഹായിക്കാനില്ലെന്ന് കരുതിയിരിക്കുമ്പോൾ ഒരിക്കലും സഹായം പ്രതീക്ഷിക്കാത്ത ആളുകളാണ് കൈനീട്ടുന്നത്. മറ്റെല്ലാം തൽക്കാലം മറക്കുക. വേഗം വയനാട്ടിൽ എത്തിച്ചേരണം. അതിന് കുറച്ചു പണം വേണം. പള്ളിപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടിക്കൂലി വേണം. അവിടെ നിന്ന് ബസ്സുകൂലി. വഴിക്ക് ഭക്ഷണം വല്ലതും കഴിക്കാനും കാശ് വേണം. ആരോടാണ് ചോദിക്കേണ്ടത്? നേരെ മാസ്റ്ററുടെ വീട്ടിലേക്കാണ് നടന്നത്. മാസ്റ്റർ തോട്ടത്തിൽ പണിയെടുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിലും വിശ്വാസം തോന്നുന്ന സമയമായിരുന്നു അത്. സംശയിക്കാതെ ലജ്ജിക്കാതെ മാസ്റ്ററോട് കാര്യം പറഞ്ഞു. അതിനെന്താ വിഷമം? മാസ്റ്റർക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പുണ്ണി ഇരിക്കൂ, ഞാനിതാ വരുന്നു. മാസ്റ്റർ ഷർട്ട് എടുത്തിട്ട് പുറത്തുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പുണ്ണിക്ക് ഭാഗ്യമുണ്ട്. ദാ 10 ഉറുപ്പികയുടെ ഒരു നോട്ട്. കൃതജ്ഞത കൊണ്ട് കണ്ണു നിറഞ്ഞു. വാക്കുകളെല്ലാം തൊണ്ടയിൽ പറ്റിപ്പോയി. വളരെ പ്രയാസപ്പെടേണ്ടി വന്നു പറയാൻ. വരട്ടെ സാർ. പൊയ്ക്കോളൂ. വിഷ് യു ഗുഡ് ലക്ക്. താൻ അലിഞ്ഞലിഞ്ഞ് ചുറ്റുപാടുകളിൽ ലയിക്കുന്നത് പോലെയാണ് അപ്പുണ്ണിക്ക് തോന്നിയത്. ഒരു ചുഴലിക്കാറ്റിൻ്റെ വേഗത്തിൽ അവൻ നടന്നു. വിഷ് യു ഗുഡ് ലക്ക്. നിനക്ക് ഭാഗ്യം നേരുന്നു. നാളെ വെള്ളിയാഴ്ചയാണ്. മുഹമ്മദിനെ കണ്ട് യാത്ര പറയണം. മറ്റന്നാൾ രാവിലെ പോകാം. ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കട്ടെ. ഇനി ഒരിക്കലും ആ കോണിമുറിയിൽ കിടക്കാൻ ഇടവരാതിരിക്കട്ടെ. മുഹമ്മദിനോട് യാത്ര പറയാം. മുഹമ്മദിനോട് മാത്രമേ പറയാനുള്ളൂ. വേണ്ട, അതെല്ലാം മാഞ്ഞു കഴിഞ്ഞതാണ്. ഓർമ്മകൾ മാത്രമാണ്. രാത്രിയിൽ ആരോടും പറഞ്ഞില്ല. ആരും ഇപ്പോൾ അറിയണ്ട. രാവിലെ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ ഉമ്മ മാത്രമേ വീട്ടിലുള്ളൂ. മുഹമ്മദും അനിയനും പൊന്നാനിക്കടുത്തു പെങ്ങളെ കെട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഉമ്മ, മുഹമ്മദ് വന്നാൽ ഞാൻ വന്ന് ചോദിച്ചു എന്ന് പറയണം. നിങ്ങൾ ഏതാ? മുഹമ്മദിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പുണ്ണി. പാറൂട്ടിയമ്മയുടെ മക അപ്പുണ്ണിയാർ വന്നു കാണാൻ ഓനോട് പറഞ്ഞോളാം. ഞാൻ നാളെ പോവുകയാണ്. എങ്ങോട്ടാ കുട്ടിയെ? നാട്ടിൽ നിന്ന് പോവുകയാണ്. ഒരു ജോലിക്ക് ശ്രമിക്കാനാ. മുഹമ്മദിനോട് പറയണം. പറഞ്ഞോളാം കുട്ടിയെ. അവൻ തിരിഞ്ഞു നടന്നപ്പോൾ ഉമ്മ പറഞ്ഞു, ആ അമ്മക്കുട്ടിക്ക് അതിനെ ആയുസിട്ട് കൊടുക്കട്ടെ. ഒരുങ്ങാൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രയിലിടാനുള്ള ഷർട്ടും മുണ്ടും മാറ്റിവെച്ചു. മറ്റ് 2 ഷർട്ടും മുണ്ടും സഞ്ചിയിൽ ഒതുക്കി വെച്ചു. മുഷിഞ്ഞ തോർത്തും സർട്ടിഫിക്കറ്റ് പുസ്തകവും ഹെഡ് മാസ്റ്റർ എഴുതി കൊടുത്ത കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും അതിനകത്തുണ്ട്. രാവിലെ 9:30-ക്കാണത്രേ പള്ളിപ്പുറത്ത് നിന്ന് വണ്ടി. സഞ്ചിയുമെടുത്ത് അമ്മമ്മയുടെ മുറിയിൽ ചെന്നു. എന്താടാ അപ്പുണ്ണിയെ? ഞാൻ പോവാണ് അമ്മമ്മ. എവിടേക്ക്? എനിക്കൊരു ഉദ്യോഗം കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. അതെയോ? എൻ്റെ കുട്ടിയെ, നിനക്ക് നന്നായി വരട്ടെ. അമ്മമ്മ എഴുന്നേറ്റിരുന്നു. എവിടെയാ? വയനാട്ടിൽ. ഇന്ന സ്ഥലത്തുനിന്ന് പേര്. ഓൻ്റെ കഷ്ടകാലം കഴിഞ്ഞു.
ഒരിക്കൽ കൂടി കോണിമുറിയിൽ ചെന്നു നിന്നു. വല്ലതും മറന്നിട്ടുണ്ടോ? മറക്കാൻ ഒന്നുമില്ല. എന്നാലും ഒരു സംശയം. ഉമ്മറത്ത് എത്തിയപ്പോൾ വലിയമ്മ തെക്കിനിയിൽ പിറകിൽ വന്ന് വിളിച്ചു, അപ്പുണ്ണി നിക്ക്, ഒന്നും മിണ്ടാണ്ട പോവുക. വലിയമ്മയുടെ വാക്കുകളിൽ സ്നേഹമുണ്ട്. കഞ്ഞി കാലായിരിക്കണോ, കുടിച്ചിട്ട് പോയിക്കോ. അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. വേണ്ട, വഴിച്ചെലവിന് വേണമെങ്കിൽ. ആ ഔദാര്യം കണ്ടപ്പോൾ അവൻ അത്ഭുതം തോന്നിയില്ല. ഇതൊരു തുടക്കമാണ്. തിരിഞ്ഞു നോക്കാതെ മുറ്റത്തിറങ്ങുന്നതിനിടയിൽ അവൻ പറഞ്ഞു, വേണ്ട. മുറ്റത്ത് നിന്ന് പടിക്കിലേക്ക് ഇറങ്ങുമ്പോൾ പൂമുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഉമ്മറ വാതിക്കൽ ഒരു കറുത്ത മുഖം കണ്ടു. മാളുവാണ്. അവളോടൊന്ന് പറയാമായിരുന്നു. അടച്ചിട്ട പടിപ്പുര വാതിൽ തുറന്ന് പുറത്ത് കിടന്നപ്പോൾ എതിരെ കുട്ടമ്മാമ വരുന്നു. മുഖത്ത് നോക്കാതെ ഒരു വശത്തേക്ക് മാറി നടന്നു. പാടത്തിൻ്റെ നട്ടെല്ലുപോലെ ഉയർന്ന നടുവരമ്പിലൂടെ അപ്പുണ്ണി ധൃതിയിൽ നടന്നു.